നമസ്കാരം. തനിക്ക് മൂന്നാം ഊഴം ലഭിക്കുമെന്നും താൻ മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയാകുമെന്നും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാത്രമല്ല, അയോധ്യ രാമക്ഷേത്രം BJPക്ക് നൽകിയിരിക്കുന്ന ഒരു ഹൈപ്പ് ചെറുതല്ല. അത് വലിയ രീതിയിലുള്ള പ്രതിഫലനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്നും ഉറപ്പാണ്. ഇതിനിടയിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നായിരുന്നു ഇത്രയധികം ആത്മവിശ്വാസം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അടിക്കടി നിലപാട് മാറ്റുന്ന നിതീഷ് കുമാറിനെ പോലെ ഒരു നേതാവിനെ BJP കൂടെ കൂട്ടിയത് എന്നത്. തീർച്ചയായും ഇതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. BJPയുടെ ഭാഗത്തു നിന്നുള്ള ജാഗ്രത എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. നമുക്കറിയാം, 2024 BJPക്ക് ഏറ്റ ഒരു അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായിരുന്നു. 1998 അധികാരമേറ്റ AB വാജ്പേയി സർക്കാരിന്റെ കാലാവധി 2004 പൂർത്തിയാകുന്ന സമയത്ത് അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു വീണ്ടും തങ്ങൾ ഭരണത്തിലേറുമെന്ന്. പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് UPA ഗവൺമെന്റ് അധികാരത്തിലേറുന്നു. പിന്നീട് 10 വർഷക്കാലമാണ് BJPക്ക് പുറത്ത് നോക്കി നിൽക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ BJP വളരെയധികം ജാഗ്രതയോടുകൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2004 ഒരിക്കലും 2024 ആവർത്തിക്കാൻ പാടില്ല എന്ന ഒരു കാർക്കശ്യം കൂടി BJPക്കുണ്ട്. നമുക്കറിയാം, എത്രയൊക്കെ കണക്കുകൂട്ടലുകൾ നടത്തിയെങ്കിൽ പോലും ജനാധിപത്യ പ്രക്രിയയിൽ അല്ലെങ്കിൽ വലിയൊരു വോട്ടിംഗ് രീതിയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ തകിടം മറിയാൻ നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പുതിയ ഗെയിം പ്ലാനുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് BJP മുന്നോട്ട് പോകുന്നത്. 10 വർഷം ഭരിച്ച മൻമോഹൻ സിംഗിനെ നരേന്ദ്രമോദി താഴെ ഇറക്കുമ്പോൾ 2014 BJPയുടെ സീറ്റ് നില 282 മാത്രമായിരുന്നു. പക്ഷേ 2019 എത്തിയപ്പോൾ ഈ സീറ്റ് നില 303 അതിവേഗം കുതിച്ചു ചാടുകയായിരുന്നു. ഇപ്പോൾ 2024 BJP പ്രതീക്ഷിക്കുന്നത് ചുരുങ്ങിയത് 400 സീറ്റെങ്കിലും ഒറ്റയ്ക്ക് നേടുക എന്നത് തന്നെയാണ്. നമുക്കറിയാം, 2004 ബീഹാറിൽ RJDയും അതിനോടൊപ്പം ബംഗാളിൽ CPM-ഉം തമിഴ്നാട്ടിലാവട്ടെ DMKയും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും കോൺഗ്രസും നടത്തിയ മികച്ച പ്രകടനം തന്നെയായിരുന്നു BJPയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചത്. ഇനി വരും ദിവസങ്ങളിൽ കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ബീഹാർ രാഷ്ട്രീയം ആവർത്തിക്കുമെന്നതിന്റെ ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുമുണ്ട്. ബീഹാർ, കർണാടക, ബംഗാൾ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം BJPയെ സംബന്ധിച്ച് അതിപ്രധാനമാണ്. കാരണം UP കഴിഞ്ഞാൽ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകൾ ഉള്ള സംസ്ഥാനം ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 123 സീറ്റുകളുള്ള ഈ 4 സംസ്ഥാനങ്ങളിൽ BJP അതീവ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നത്. 2002 JDU NDA മുന്നണിയിൽ നിന്നും ഇറങ്ങിപ്പോയ സമയത്ത് 17 സീറ്റുകളാണ് അന്ന് BJPയുടെ സഖ്യത്തിന് നഷ്ടപ്പെട്ടത്. JDU മഹാസഖ്യത്തിനൊപ്പം നിലയുറപ്പിച്ചിരുന്നുവെങ്കിൽ BJPക്ക് ബീഹാറിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരികയും ചെയ്തേനെ. രാമക്ഷേത്രം മാത്രം പ്രചരണമായുധമാക്കിയാൽ പോരാ, അല്ലെങ്കിൽ മോദി എഫക്റ്റ് മാത്രം കൂടെ കൂട്ടിയാൽ പോരാ എന്നുള്ള കൃത്യമായ ബോധ്യം BJPക്ക് ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നിതീഷ് കുമാറിനെ വിളിച്ചതും ബീഹാറിൽ ഒരു അപ്രതീക്ഷിത നാടകം ഒരുക്കിയതും അതിന്റെ ക്ലൈമാക്സ് INDAയുടെ നട്ടലൊടിച്ചതും. നിലവിൽ എന്തായാലും മഹാരാഷ്ട്രയിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾ BJP അതീവ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ശിവസേനയെ പിളർത്തിക്കൊണ്ട് ഏക്നാഥ് ഷിൻഡെയെ പക്ഷത്ത് കൂടെ കൂട്ടുകയും അതിനോടൊപ്പം തന്നെ NCPയിൽ നിന്നും ശരത് പവാറിന്റെ അനന്തരവനായ അജിത് പവാറിനെ അടർത്തിയെടുക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി മഹാരാഷ്ട്രയിൽ മുൻതൂക്കം നേടിയെടുക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും മഹാരാഷ്ട്രയിൽ കൂടുതൽ സർപ്രൈസുകൾ BJP ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം പറയുന്നത്. കോൺഗ്രസ്, ശിവസേന, NCP എന്നീ പാർട്ടികളിൽ നിന്നും കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ തന്നെ BJPയിലേക്ക് എത്തുമെന്നുള്ള അഭ്യൂഹവും വളരെ ശക്തമാണ്. അതായത്, നിലവിൽ തങ്ങൾക്ക് അനുകൂലമായ കാറ്റാണ് രാജ്യമെമ്പാടും ഉള്ളത് എങ്കിൽ പോലും കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. രാമരാജ്യം മാത്രം പറഞ്ഞാൽ പോരാ, മോദി എഫക്റ്റ് മാത്രം പറഞ്ഞാൽ പോരാ, വികസനം മാത്രം പറഞ്ഞാൽ പോരാ എന്ന കൃത്യമായ ബോധ്യം പാർട്ടിക്കുണ്ട്. ആ ബോധ്യത്തിലേക്ക് അവരെ എത്തിക്കുന്നത്, അവരെ വീണ്ടും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാവട്ടെ 2004 കിട്ടിയ തിരിച്ചടിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.